ഒരു മകൻ ഒരിക്കൽ അവൻ്റെ അമ്മയോട് ചോദിച്ചു, മക്കളായ ഞങ്ങളെ വളർത്താൻ അമ്മയാണോ അച്ഛനാണോ കൂടുതൽ ത്യാഗം ചെയ്തതെന്ന്. ആ അമ്മ തൻ്റെ മകനോട് പറഞ്ഞു, മക്കളായ നിങ്ങളെ വളർത്താൻ നിങ്ങളുടെ അച്ഛൻ ചെയ്ത ത്യാഗം ഒന്നും ഈ അമ്മ ചെയ്തിട്ടില്ല. എന്നെ വിവാഹം കഴിച്ചുകൊണ്ട് വരുമ്പോൾ അദ്ദേഹം ഇങ്ങനെയായിരുന്നില്ല. സ്വന്തമായി ഇഷ്ടങ്ങളും താല്പര്യങ്ങളുമുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം. പിന്നീടങ്ങോട്ട് എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരു കുറവും വരുത്താതിരിക്കാൻ വേണ്ടി അദ്ദേഹം മുമ്പോട്ടങ്ങ് കഷ്ടപ്പെടുകയായിരുന്നു. ഭക്ഷണം, വസ്ത്രം, മരുന്ന്, വിദ്യാഭ്യാസം, അങ്ങനെ ആവശ്യങ്ങൾ പലതായിരുന്നു. അച്ഛൻ്റെ വിയർപ്പാണ് ഞാനും നിങ്ങളുമെല്ലാം ഇപ്പോൾ അനുഭവിക്കുന്നത്. ആ മകൻ അതേ ചോദ്യം തന്നെ അച്ഛനോടും ചോദിച്ചു. അപ്പോൾ അച്ഛൻ്റെ മറുപടിയും ഇതുതന്നെയായിരുന്നു. നിങ്ങളുടെ അമ്മയുടെ ത്യാഗം അതെത്രയെന്ന് പോലും അളക്കാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങളെ വളർത്തി വലുതാക്കി അവൾ സഹിച്ച വേദനകളും വിഷമങ്ങളും വളരെയധികമായിരുന്നു. അതൊന്നും അവൾ എന്നെ അറിയിച്ചിട്ട് പോലുമില്ല. അവളുടെ വിഷമങ്ങൾ അവളുടെ ഉള്ളിൽ മാത്രം ഒതുക്കി അവൾ സന്തോഷപൂർവ്വമാണ് നിങ്ങളെ നോക്കിയിരുന്നത്. അവളുടെ ക്ഷമയും സഹനവുമാണ് ഇന്ന് ഈ കുടുംബം ഇവിടം വരെ എത്തിച്ചത്. അവൾക്കും ഉണ്ടായിരുന്നു ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം. എനിക്കും കുടുംബത്തിനും വേണ്ടി, നിങ്ങൾക്കും വേണ്ടി അവൾ ആ ആഗ്രഹങ്ങളെല്ലാം വേണ്ടെന്ന് വെക്കേണ്ടി വരികയായിരുന്നു. എൻ്റെ വരവുകൾ അറിഞ്ഞു മാത്രം അവൾ വിനിയോഗിക്കുകയായിരുന്നു. അങ്ങനെ എൻ്റെ സുഖത്തിലും ദുഃഖത്തിലും കഷ്ടപ്പാടുകളിലും എല്ലാം അവൾ എൻ്റെ കൂടെ ഒരു താങ്ങായി നിന്നു. അത്രയും ത്യാഗമൊന്നും ഞാൻ സഹിച്ചിട്ടില്ല. ഇത് കേട്ട് മകൻ സഹോദരങ്ങളോട് പറഞ്ഞു, അച്ഛൻ്റെ ത്യാഗം മനസ്സിലിരിക്കുന്ന അമ്മയുടെ ത്യാഗം മനസ്സിലാക്കുന്ന അച്ഛനും അച്ഛൻ്റെ ത്യാഗം മനസ്സിലാക്കുന്ന അമ്മയും ഇവരുടെ മക്കളാകാൻ കഴിഞ്ഞതല്ലേ നമ്മുടെ ഭാഗ്യം. അതെ, പരസ്പരം മനസ്സിലാക്കി ജീവിക്കുക. സന്തോഷമായി, സുഖമായി, സുഖത്തിലും ദുഃഖത്തിലും ഒരു താങ്ങായി തണലായി ജീവിക്കുക.